നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. കൊല്ലം കടയ്ക്കോട് ഗവൺമെന്റ് LP സ്കൂളിന് പുതിയ കെട്ടിടം. കാലത്തിനൊപ്പം മാറുന്ന വിദ്യാലയങ്ങൾ പഠന മികവും ഉറപ്പാക്കുന്നുവെന്ന് മന്ത്രി KN ബാലഗോപാൽ. പുതിയ കാലത്തിന്റെ മാറ്റങ്ങളും കുതിപ്പുകളും കേരളത്തിലെ വിദ്യാലയങ്ങൾക്കും അവകാശപ്പെടാമെന്ന് മന്ത്രി. കളിച്ചിരികളും പരിഭവങ്ങളുമായി അംഗനവാടികളിലേക്ക് കുരുന്നുകളെത്തി. സംസ്ഥാനത്തെ അംഗനവാടികളിൽ പ്രവേശനോത്സവം. ബലൂണുകളും മധുരവും നൽകി കുരുന്നുകൾക്ക് വരവേൽപ്പ്. കൂടുതൽ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി കൊട്ടാരക്കര പൊതുമരാമത്ത് വിശ്രമ കേന്ദ്രം. 9 മുറികൾ, ക്യാന്റീൻ, കോർട്ട്യാർഡ്, കോൺഫറൻസ് ഹാൾ എന്നീ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി. 74.60 ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു നവീകരണം. കരുനാഗപ്പള്ളിയിൽ റേഷൻ വിതരണം അട്ടിമറിക്കുന്ന അവസ്ഥയാണെന്ന് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. കളക്ടർക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടി വൈകുന്നു. കാലിയായ കടകൾക്ക് കാവലിരിക്കേണ്ട അവസ്ഥയിലാണ് റേഷൻ വ്യാപാരികളെന്നും ഭാരവാഹികൾ. വിശദമായ വാർത്തകളിലേക്ക്. കടയ്ക്കോട് ഗവൺമെന്റ് LP സ്കൂളിന് പുതിയ കെട്ടിടമായി. കാലത്തിനൊപ്പം മാറുന്ന വിദ്യാലയങ്ങൾ പഠന മികവും ഉറപ്പാക്കുന്നുവെന്ന് സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. നിർമ്മിത ബുദ്ധി, യന്ത്ര സംവിധാനം, നൈപുണ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയ പുതിയ കാലത്തിന്റെ മാറ്റങ്ങളും കുതിപ്പുകളും കേരളത്തിലെ വിദ്യാലയങ്ങൾക്കും ഇന്ന് അവകാശപ്പെടാമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. കടയ്ക്കോട് ഗവൺമെന്റ് LP സ്കൂളിലെ പുതിയ കെട്ടിടമാണ് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തത്. സാങ്കേതിക വിദ്യയിൽ അനുദിനമുണ്ടാകുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് സ്വയം പുതുക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. പശ്ചാത്തല സൗകര്യ വികസനത്തിൽ മാത്രം പരിമിതപ്പെടുത്താതെയാണ് സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നത്. കമ്പ്യൂട്ടർ ലാബുകൾ, ലാപ്ടോപ്പുകൾ, കുട്ടികളുടെ സർഗ്ഗശേഷി വികസിപ്പിക്കാനുള്ള വർണ്ണ കൂടാരങ്ങൾ എന്നിവ കൂടുതൽ സ്കൂളുകളിൽ സജ്ജമാക്കും. സർവകലാശാലകളിൽ ശാസ്ത്ര കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ 300 കോടി രൂപ അനുവദിച്ചു. കൊട്ടാരക്കരയിൽ ഡ്രോൺ റിസർച്ച് പാർക്കും കൊല്ലത്ത് IT പാർക്കും ഉടനെ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെയുള്ള കെട്ടിടത്തിന്റെ പരിമിതിയെല്ലാം മാറ്റി ഒരു നല്ല സൗകര്യമുള്ള കെട്ടിടം, വലിയ പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് ഈ പ്രദേശം. അങ്ങനെ നല്ല സ്കൂളുകൾ വന്നു. അങ്ങനെ സ്കൂൾ വന്നപ്പോൾ ഞാൻ ചോദിക്കുകയായിരുന്നു, കുട്ടികളുടെ എണ്ണത്തിൽ എന്താണ് സ്ഥിതി? അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 5 പേരായിരുന്നു 1ാം ക്ലാസ്സിൽ, ഇപ്രാവശ്യം 12 പേരായിട്ടുണ്ട്. അത്രയും ഒരു നല്ല പ്രതീക്ഷ, കൂടുതൽ കുട്ടികൾ വരുന്നുണ്ട്. ഇപ്പോൾ കുഴിമതിക്കാട് സ്കൂളിൽ, ഹൈസ്കൂളിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 170 കുട്ടികളധികം വന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അവിടുത്തെ തൊട്ടുചേർന്നുള്ള LP സ്കൂളിലും 1ാം ക്ലാസ്സിൽ 25 കുട്ടികളായി. അപ്പോൾ നമ്മുടെ പൊതു സ്കൂളുകളിൽ കുട്ടികൾ വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ എവിടെയോ കുറയുന്നുണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം കുട്ടികളുടെ എണ്ണം മൊത്തത്തിൽ കുറയുന്നുണ്ട്, ജനസംഖ്യ കുറയുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും നല്ല റിസൾട്ടുണ്ടായ വിദ്യാഭ്യാസ ജില്ല കൊട്ടാരക്കരയാണ് ഇപ്രാവശ്യം, അല്ലേ? കൂടുതൽ വിദ്യാഭ്യാസ ജില്ല ഏറ്റവും മെച്ചപ്പെട്ട തരത്തിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ടൗൺ UPSലാണെങ്കിൽ 1000-ലധികം കുട്ടികളാണുള്ളത്. അപ്പോൾ എല്ലാ സ്കൂളിലും നല്ല സൗകര്യമുണ്ട്. കരീപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S സുവിത അധ്യക്ഷത വഹിച്ചു. കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A അഭിലാഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജയശ്രീ വാസുദേവൻപിള്ള, വൈസ് പ്രസിഡന്റ് C ഉദയകുമാർ, പ്രഥമാധ്യാപകൻ V ജയചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കളിച്ചിരികളും പരിഭവങ്ങളുമായി അംഗനവാടികളിലേക്ക് കുരുന്നുകളെത്തി. സംസ്ഥാനത്തെ അംഗനവാടികളിൽ പ്രവേശനോത്സവം നടന്നു. ബലൂണുകളും മധുരവും നൽകി കുരുന്നുകളെ അംഗനവാടിയിലേക്ക് വരവേറ്റു. ഓച്ചിറ ചങ്ങൻകുളങ്ങരയിലും അംഗനവാടി പ്രവേശനോത്സവം നടത്തി. ഏറെ ആഹ്ലാദകരമായ അന്തരീക്ഷത്തിലാണ് സംസ്ഥാനത്തെ അംഗനവാടികളിൽ പ്രവേശനോത്സവം നടത്തിയത്. ബലൂണുകളും തൊപ്പികളും പൂക്കളും മധുരവും നൽകിയാണ് കുരുന്നുകളെ അംഗനവാടിയിലേക്ക് അധ്യാപകരും ജനപ്രതിനിധികളും ഉൾപ്പെടെ ചേർന്ന് സ്വീകരിച്ചത്. ഇനി കളിച്ചിരികളുടെ പുതുലോകം എന്ന സന്ദേശവുമായാണ് അംഗനവാടികളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. തദ്ദേശ സ്ഥാപന അധികൃതർ, അംഗനവാടി ജീവനക്കാർ എന്നിവർ പ്രവേശനോത്സവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ ചങ്ങൻകുളങ്ങര 59-ാം നമ്പർ അംഗനവാടിയിലും പ്രവേശനോത്സവം നടത്തി. കുരുന്നുകളെ മധുരം നൽകിയാണ് അംഗനവാടിയിലേക്ക് സ്വീകരിച്ചത്. പഞ്ചായത്ത് അംഗം അബി അംഗനവാടി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. നമ്മളൊരു മീറ്റിംഗ് വിളിച്ചാൽ
10-20 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 5 കുഞ്ഞുങ്ങൾ രക്ഷകർത്താക്കൾ മാത്രമേ എത്തുള്ളൂ, അല്ലെങ്കിൽ 7 പേര്. അത് മാറ്റണം. എന്നുവെച്ചാൽ ഈ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളോട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് രക്ഷകർത്താക്കളെല്ലാം വിളിക്കുന്ന മീറ്റിംഗിൽ ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും ഇവിടെ എത്തിച്ചേരണം. രക്ഷിതാക്കൾ, അധ്യാപിക, ഹെൽപ്പർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കൂടുതൽ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി കൊട്ടാരക്കര പൊതുമരാമത്ത് വിശ്രമ കേന്ദ്രത്തിന് പുതിയ മുഖം. ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത് കണക്കിലെടുത്താണ് ഇവിടുത്തെ സൗകര്യങ്ങൾ വികസിപ്പിച്ചതെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. 9 മുറികൾ, ക്യാന്റീൻ, കോർട്ട്യാർഡ്, കോൺഫറൻസ് ഹാൾ എന്നീ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് വിപുലീകരണം സാധ്യമാക്കിയത്. നവീകരിച്ച സംവിധാനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. കൊട്ടാരക്കര പൊതുമരാമത്ത് വിശ്രമ കേന്ദ്രത്തിലാണ് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത്. 9 മുറികൾ, ക്യാന്റീൻ, കോർട്ട്യാർഡ്, കോൺഫറൻസ് ഹാൾ എന്നീ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് വിശ്രമ കേന്ദ്രം നവീകരിച്ചത്. നവീകരിച്ച സംവിധാനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. എല്ലാ മേഖലയിലും എന്ന പോലെ താമസ സൗകര്യ വികസനത്തിലും സർക്കാർ നടത്തുന്ന ഇടപെടലിന്റെ ഉദാഹരണമാണ് റെസ്റ്റ് ഹൌസിന്റെ മാറ്റമെന്ന് അദ്ദേഹം പറഞ്ഞു. ആവശ്യാനുസരണം കൂടുതൽ സൗകര്യങ്ങൾ ഇത്തരം കേന്ദ്രങ്ങളിലെല്ലാം നടപ്പാക്കുന്നത് പരിഗണിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. റെസ്റ്റ് ഹൗസിന്റെ പുതിയ ബ്ലോക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ അനുവാദമായി അതിന്റെ ടെൻഡർ സ്റ്റേജിലേക്കായിട്ടുണ്ട്. ഈ അടുത്താഴ്ചയൊക്കെ ടെൻഡർ വരും. അപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി സ്പേസ് സൗകര്യമുള്ള ഇതിന്റെ അപ്പുറത്തോട്ട് ചേർന്ന് ആ ഷെഡ് വന്ന പുറകോട്ടുള്ള സ്ഥലത്ത് റെസ്റ്റ് ഹൗസ് അതിന്റെ ടെൻഡർ ഇപ്പോൾ ഈ ആഴ്ചയോടുകൂടി പുതിയൊരു നല്ല സൗകര്യമുള്ള റെസ്റ്റ് ഹൗസ്, കൂടുതൽ ആൾക്ക് താമസിക്കാൻ റെസ്റ്റ് ഹൗസ് കൂടി. പ്ലാൻ ഫണ്ടിൽ നിന്നും 74.60 ലക്ഷം രൂപ വിനിയോഗിച്ച് 6 മാസം കൊണ്ടാണ് നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ ചുമതലയേറ്റു. ലാലാജി ഗ്രന്ഥശാലയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഹെർമൻ ഗുണ്ടട്ട് പുരസ്കാരം നേടിയ വള്ളിക്കാവ് മോഹൻദാസിനെ ആദരിച്ചു. 7ാം ലൈബ്രറി കൗൺസിലിന്റെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ ചുമതല ഏറ്റെടുത്തു. കരുനാഗപ്പള്ളി ലാലാജി ഗ്രന്ഥശാലയിൽ നടന്ന ചുമതല ഏറ്റെടുക്കൽ ചടങ്ങ് ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വലിയ മൂവ്മെന്റ് ഭാരതത്തിന്റെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തെ ശൈക്ഷണികമായൊരു തലത്തിലേക്ക് ഉയർത്തുകയുണ്ടായി. ഇന്ത്യയിൽ ഏറ്റവും അധികം ചിന്തിക്കുന്ന ആളുകൾ, ഇന്ത്യയിൽ ഏറ്റവും അധികം വിദ്യാഭ്യാസമുള്ള ആളുകൾ, ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ആരോഗ്യ പരിരക്ഷ ശ്രദ്ധിക്കുന്ന ആളുകൾ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്ന ആളുകൾ, ഇന്ത്യയിൽ വർഗീയ കലാപമില്ലാത്ത പ്രദേശം, അങ്ങനെ എന്തെല്ലാം രംഗങ്ങളിലാണ് കേരളം മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഈ മാതൃക, കേരള മോഡൽ എന്നൊരു പ്രയോഗം തന്നെയും കേരള മാതൃക സൃഷ്ടിക്കുന്നത് കേരളത്തെ മനുഷ്യരെ പ്രാപ്തരാക്കി ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾക്ക് വായനയ്ക്ക് വലിയ പങ്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നാം ഇവിടെ ഇരിക്കുന്ന ഈ ഗ്രന്ഥശാല തന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനം കേരളത്തിൽ ആരംഭിക്കുന്നതിന് മുൻപുണ്ടായ ഗ്രന്ഥശാലയാണ്. 95ാമത്തെ വർഷത്തിലാണ് ഈ ഗ്രന്ഥശാല നിൽക്കുന്നത്. ഈ ഗ്രന്ഥശാലയുടെ ബന്ധം കേരളത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെടുന്നതാണ്. ഇത് മാത്രമല്ല, കേരളത്തിൽ 100 വർഷത്തോളം അടുത്ത് നിൽക്കുന്ന പല ഗ്രന്ഥശാലകളുണ്ട്. അവയൊക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച ഗ്രന്ഥശാലകളാണ്. ഈ ഗ്രന്ഥശാലയുടെ പ്രത്യേകത ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്മാരകമാണ് ഈ ഗ്രന്ഥശാല. നിയുക്ത പ്രസിഡന്റ് കടത്തൂർ മൻസൂർ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി PK ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. മുൻ കാപെക്സ് ചെയർമാൻ PR വസന്തൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ഗീതാകുമാരി, VP ജയപ്രകാശ് മേനോൻ, അഡ്വക്കേറ്റ് PB ശിവൻ, പൊന്മന നിശാന്ത്, താലൂക്ക് സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട V വിജയകുമാർ, വൈസ് പ്രസിഡന്റ് അനിൽ പുത്തഴം തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു. ഹെർമൻ ഗുണ്ടട്ട് പുരസ്കാരം നേടിയ വള്ളിക്കാവ് മോഹൻദാസിനെ ചടങ്ങിൽ അനുമോദിച്ചു. പരിഷ്കാര ഗ്രന്ഥശാലയുടെ സുവനീർ പ്രകാശനം ചെയ്തു. അഡ്വക്കേറ്റ് PB ശിവൻ സുവനീർ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളിയിൽ റേഷൻ വിതരണം അട്ടിമറിക്കുന്ന അവസ്ഥയാണെന്ന് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. കളക്ടർക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടി വൈകുകയാണെന്ന് അസോസിയേഷൻ കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റി കുറ്റപ്പെടുത്തി. കാലിയായ കടകൾക്ക് കാവലിരിക്കേണ്ട അവസ്ഥയിലാണ് റേഷൻ വ്യാപാരികളെന്നും ഭാരവാഹികൾ പറഞ്ഞു. കരുനാഗപ്പള്ളിയിൽ റേഷൻ വിതരണം അട്ടിമറിക്കപ്പെടുന്ന അവസ്ഥയാണെന്ന് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റി ആരോപിച്ചു. പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് നിവേദനം നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. ഓരോ മാസവും റേഷൻ വിതരണത്തിന്റെ ശതമാനക്കണക്ക് കുറഞ്ഞു വരികയാണ്. അതുവഴി കാർഡുടമകൾക്ക് ഭക്ഷ്യധാന്യം നഷ്ടപ്പെടുകയും വ്യാപാരികൾക്ക് കമ്മീഷൻ വരുമാനത്തിൽ കുറവുണ്ടാവുകയും ചെയ്യുന്നു. 2025 ജനുവരിയിൽ താലൂക്കിൽ ആകെ ലഭിച്ച കമ്മീഷൻ തുകയിൽ നിന്ന് 1,48,834 രൂപ കുറച്ചാണ് ഏപ്രിൽ ലഭിച്ചത്.
249 റേഷൻ കടകളാണ് താലൂക്കിലുള്ളത്. ഇതിൽ 92 റേഷൻ കടകൾക്ക് മേയിൽ വിതരണാവശ്യത്തിനുള്ള ഭക്ഷ്യസാധനങ്ങൾ ലഭിച്ചിട്ടില്ല. കാലിയായ കടകൾക്ക് കാവലിരിക്കേണ്ട അവസ്ഥയിലാണ് റേഷൻ വ്യാപാരികളെന്നും ഭാരവാഹികൾ പറഞ്ഞു. റേഷൻ വിതരണം ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത് ജൂൺ മാസം 4-ാം തീയതി വരെ കൊടുത്തുതീർക്കണം. എന്നാൽ നിർഭാഗ്യവശാൽ 94 റേഷൻ കടകൾക്ക് കരുനാഗപ്പള്ളി താലൂക്കിൽ റേഷൻ കിട്ടാറുണ്ട്. ആകെ കൂടി 242 റേഷൻ കടകളുള്ളതിൽ ഈ 94 റേഷൻ കടകൾക്ക് റേഷൻ കിട്ടാതിരിക്കുകയും അതിനുപരി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് 4-ാം തീയതി മെയ് മാസത്തെ റേഷൻ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് ഗവൺമെന്റിനെ അട്ടിമറിക്കാനാണോ അതോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ തിരുമറിയാണോ എന്നറിയത്തില്ല. കാരണം എല്ലാ DSOമാർക്ക് അതാത് താലൂക്കുകളിൽ റേഷൻ വിതരണം നടന്നില്ലയോ? ഈ കിട്ടാത്ത റേഷൻ എങ്ങനെയാ ക്ലോസ് ചെയ്യുന്നത്? ഈ മാസം 4-ാം തീയതി ക്ലോസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഒരു പ്രധാന ആവശ്യം ഈ മെയ് മാസത്തിൽ റേഷൻ വാങ്ങിക്കാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ ജൂൺ മാസത്തിൽ രണ്ടും കൂടെ കൊടുക്കുന്നതിനുണ്ടാകും. മെയ് മാസത്തെയും ജൂൺ മാസത്തെയും കൂടെ റേഷൻ ഒരുമിച്ച് കൊടുക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഗവൺമെന്റ് ഉണ്ടാകണം. ഇപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങൾ വരുത്തണം. അതാണ് ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്. ഈ സ്ഥിതി എല്ലാ മാസവും ഇങ്ങനെ തുടങ്ങിയാൽ ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല. വൈസ് പ്രസിഡന്റ് കളരിക്കൽ ജയപ്രകാശ്, താലൂക്ക് പ്രസിഡന്റ് വി ശശിധരൻ, സംസ്ഥാന സെക്രട്ടറി എം വേണുഗോപാൽ, ജില്ലാ പ്രസിഡന്റ് കെ പ്രമോദ്, താലൂക്ക് ജനറൽ സെക്രട്ടറി കെ സനിൽകുമാർ, തോമസ് ജോൺ കുറിച്ചിയിൽ, ഷൈല കാർലോസ്, വിജയലക്ഷ്മി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി അഡ്വക്കേറ്റ് ലെനു ജമാൽ, സെക്രട്ടറിയായി പ്രദീപ് കണ്ണങ്കോട് എന്നിവരെ തിരഞ്ഞെടുത്തു. പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളെയാണ് തെരഞ്ഞെടുത്തത്. പ്രസിഡന്റായി അഡ്വക്കേറ്റ് ലെനു ജമാൽ, വൈസ് പ്രസിഡന്റായി ഡി ദിനേശൻ, സെക്രട്ടറിയായി പ്രദീപ് കണ്ണങ്കോട്, ജോയിന്റ് സെക്രട്ടറിയായി ശ്രീദേവി പ്രകാശ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി എൻ ഷാജി, ആർ രാമൻകുട്ടി, അഡ്വക്കേറ്റ് കാസിലസ് ജൂനിയർ, ബൈജു ബൂട്ടി, എൽ രമേശൻ എന്നിവരെയാണ് എതിരില്ലാതെ തെരഞ്ഞെടുത്തത്. ആർ രാമൻകുട്ടി അധ്യക്ഷനും അഞ്ചൽ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ ജഫറുദ്ദീൻ റിട്ടേണിംഗ് ഓഫീസറുമായിരുന്നു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബി മുരളീകൃഷ്ണൻ, സെക്രട്ടറി ഡി സുകേശൻ, സംസ്ഥാന കൗൺസിൽ അംഗം എം സലീം, എൻ ഷാജി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ YMCAയുടെ ശതാബ്ദി ആഘോഷം സമാപിച്ചു. സമാപന സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. YMCA പുനലൂരിന്റെ ശതാബ്ദി ആഘോഷങ്ങളാണ് സമാപിച്ചത്. ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ സമ്മേളനത്തിന്റെ ഭാഗമാകാൻ അവസരം ലഭിച്ചതിലുള്ള അതിയായ സന്തോഷം ഞാൻ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. യങ് മെൻ ക്രിസ്ത്യൻ അസോസിയേഷൻ എന്ന പേരിൽ മഹത്തായി ഈ സാംസ്കാരിക പ്രസ്ഥാനം, എക്യൂമെനിക്കൽ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുമ്പോൾ ലോകത്ത് സമാന സ്വഭാവത്തിലുള്ള മറ്റേതെങ്കിലും ഒരു യുവജന സന്നദ്ധ സാമൂഹ്യ സംഘടന ഇങ്ങനെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം വിശ്വാസത്തെ കൂടി പിൻപറ്റിക്കൊണ്ടാണ്, ക്രിസ്തീയ വിശ്വാസത്തെ അല്ലെങ്കിൽ ദൈവിക വിശ്വാസത്തെ കൂടി പിൻപറ്റിക്കൊണ്ട് ആഗോളതലത്തിൽ ആ ക്രൈസ്തവതയെ അല്ലെങ്കിൽ ധാർമ്മികതയെ നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന, ആത്മീയതയുടെ അടിത്തറയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു യുവജന പ്രസ്ഥാനം, സാംസ്കാരിക പ്രസ്ഥാനം എന്ന നിലയിലാണ് YMCA പ്രസ്ഥാനം ലോകത്ത് രൂപം കൊണ്ടതും ഇന്ന് ലോകത്ത് ശ്രദ്ധേയമായ നിലയിൽ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക സംഘടനകളൊന്നായി തലയെടുപ്പോടുകൂടി നിലകൊള്ളുകയും ചെയ്തു. YMCA പ്രസിഡന്റ് ഷിബു കെ ജോർജ് അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി അലക്സാണ്ടർ തോമസ് പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ജനറൽ കൺവീനർ ജസ്റ്റിൻ ജോർജ് സ്വാഗതം പറഞ്ഞു. YMCA സെക്രട്ടറി ബാബു പി റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ KV തോമസ് കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. സുവനീർ പ്രകാശനം, SLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കൽ എന്നിവയും നടന്നു. YMCA പുനലൂർ സബ് റീജിയൻ ചെയർമാൻ ഡോക്ടർ എബ്രഹാം മാത്യു ശതാബ്ദി സന്ദേശം നൽകി. കൗൺസിലർ നിമ്മി എബ്രഹാം, YMCA മുൻ ദേശീയ നിർവാഹക സമിതി അംഗം സന്തോഷ് കെ തോമസ്, പുനലൂർ സബ് റീജിയൻ YMCA മുൻ ചെയർമാൻ സക്കറിയ വർഗീസ്, YMCA പ്രോജക്ട് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ KT തോമസ്, പുനലൂർ YMCA മുൻ പ്രസിഡന്റ് ജോസി ജോസഫ്, YMCA ട്രഷറർ റെജി കെ ബാബു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
ശാസ്താംകോണം കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ വാർഷികാഘോഷം നടത്തി. ചികിത്സാ സഹായ വിതരണവും സംഘടിപ്പിച്ചു. SSLC +2 വിജയികളെ അനുമോദിച്ചു. കഴിഞ്ഞ 3 വർഷമായി ശാസ്താംകോണം വാർഡിൽ കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആൻഡ് പാലിയേറ്റീവ് കെയർ നിരവധി മാതൃകാ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. പാലിയേറ്റീവ് കെയറിന്റെ 4ാമത് വാർഷികാഘോഷം ശാസ്താംകോണം റേഡിയോ കിയോസ്ക് ജംഗ്ഷനിൽ സംഘടിപ്പിച്ചു. നഗരസഭ മുൻ വൈസ് ചെയർമാൻ S. ബിജു വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ കൊച്ചുനാളിൽ വലിയ സ്വാർത്ഥതയിൽ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ, സ്വാർത്ഥരായിരിക്കാൻ പഠിപ്പിച്ചാൽ ഒരു സംശയവും വേണ്ട, അവർ വലുതാകുമ്പോ രക്ഷകർത്താക്കളോടും അതേ സ്വാർത്ഥത തന്നെ കാണും. ഒരു സംശയവും ഉണ്ടാക്കരുത്. അപ്പൊ കുട്ടികളെ സ്വാർത്ഥരായി മാറാതെ വിശാലമായ ഒരു മാനസികാവസ്ഥയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക, പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അത് ഒരു നിലയിൽ നമുക്ക് സമൂഹത്തിൽ വളരെ കുറച്ച് കുടുംബങ്ങളിൽ മാത്രമാണ് നിർവഹിക്കുന്നത്. ഒരു ചിലവുമില്ലാത്ത കാര്യത്തിൽ പോലും കുട്ടികളെ നിസ്വാർത്ഥരായിരിക്കാൻ പരിശീലിപ്പിക്കാറില്ല. ഒരു പള്ളിയിലേക്കോ അമ്പലത്തിലേക്കോ മക്കളെ പറഞ്ഞു കൊടുക്കുമ്പോൾ പോലും അവിടെ പോയി മോനെ നിനക്ക് ഫുൾ A+ കിട്ടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം, പരമാവധി വന്നാൽ നിന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയുള്ള പ്രാർത്ഥിച്ചേക്കണം എന്ന് പറഞ്ഞിട്ടാറേ ഉള്ളൂ. ഒരു പൈസ ടാക്സ് കൊടുക്കേണ്ട കാര്യമല്ല. കനിവ് പ്രസിഡന്റ് ബീന കോശി അധ്യക്ഷത വഹിച്ചു. ഈ 5 വർഷക്കാലമായിട്ട് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ഞങ്ങൾക്കൊപ്പം, അതായത് കനിവിന്റെ ആരംഭം മുതൽ ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും നടത്തി തരാനായിട്ട് പ്രോത്സാഹനം കാണിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും ഒന്നും വിളിച്ച് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഇല്ലാതെ തന്നെ ഞങ്ങളുടെ കൂടെ നിന്ന് വെളുപ്പനായിട്ട് നിന്ന ശ്രീജ, അതുപോലെ ഞങ്ങൾ രാഷ്ട്രീയ സാർ, ഈ കനിവ് ആരംഭം മുതൽ ഉദ്ഘാടനം മുതൽ രാഷ്ട്രീയ സാർ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇവിടെ പ്രവർത്തിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും രാഷ്ട്രീയ സാർ. S. ബിജു ചികിത്സാ ധനസഹായ വിതരണവും SSLC +2 പരീക്ഷകൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ മാർക്ക് നേടിയവർക്കുള്ള മൊമെന്റോ, ക്യാഷ് പ്രൈസ് എന്നിവയുടെ വിതരണം വാർഡ് കൗൺസിലർ ശ്രീജ പ്രസാദും നിർവഹിച്ചു. കനിവിന്റെ സംഘാടകരായിട്ടുള്ള എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഈ 4 വർഷക്കാലവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും പേര് നമ്മളോടൊപ്പം ഇവിടെ വരാനും ഈ ചടങ്ങിന്റെ ഭാഗമാകാനും വന്നത്. നമ്മളുടെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്കറിയാം, ഒരു കൗൺസിലർ എന്ന നിലയിൽ എനിക്ക് ഒട്ടേറെ കാര്യങ്ങൾ ഈ വാർഡിൽ ഏകദേശം ഒരു 4 മാസം അല്ലെങ്കിൽ 5 മാസം കൂടിയുള്ളൂ നമുക്ക് ഈ കാലാവധി ചെയ്യാൻ. അതിനിടയ്ക്ക് എന്നെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വാർഡുകളിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പഠനോപകരണ വിതരണം ബീന കോശിയും നിർവഹിച്ചു. കനിവ് സെക്രട്ടറി VL ജോമേഷ്, ദീപകുമാർ, ഹരികുമാർ, ഡാൽഫി, ആത്മജി എന്നിവർ പങ്കെടുത്തു. സത്യമായ പൊതുപ്രവർത്തന രംഗം കൃത്യമായി നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പോലെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഉജ്ജ്വലനെ സംബന്ധിച്ചും ഈ ശാസ്താംകോണം വാർഡിൽ തന്റെ ചെറിയ പ്രായത്തിൽ തന്നെ പൊതുപ്രവർത്തന രംഗം ആരംഭിച്ച് ഇന്ന് പുനലൂർ പട്ടണം ആകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് ഉജ്ജ്വലന്റെ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ താഴത്തും ഭാഗം 4748 നമ്പർ ഭഗവത് വിലാസം NSS കരയോഗത്തിൽ അനുമോദനം സംഘടിപ്പിച്ചു. SSLC +2 വിജയികളെയാണ് അനുമോദിച്ചത്. എൻഡോമെന്റ് വിതരണം, പഠന സഹായ വിതരണം എന്നിവയും നടത്തി. പുനലൂർ താഴത്തും ഭാഗം 4748 നമ്പർ ഭഗവത് വിലാസം NSS കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. എൻഡോമെന്റ് വിതരണവും പഠന സഹായ വിതരണവും പഠനോപകരണ വിതരണവും ഇതിന്റെ ഭാഗമായി നടത്തി. പുനലൂർ നഗരസഭ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിന്റെയും കേരളത്തിന്റെയും ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വളരെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി. അതിന്റെ പ്രവർത്തനത്തെ പറ്റി ഞാനിവിടെ നിങ്ങളോട് വിശദമായി പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ തന്നെ അതിനകത്തുള്ള കാര്യമാണ്. സമൂഹത്തിന്റെ ഉന്നത ശ്രേണികളിൽ NSSന്റെ പേര് അന്തരൊരുകളാൽ ബന്ധപ്പെട്ട ഒന്നാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പുനലൂർ താഴത്തുഭാഗം NSS കരയോഗത്തിന്റെ പ്രവർത്തനങ്ങളുടെ രീതിയും നമുക്കറിയാം. ഏതൊരു കാര്യത്തിനും കരയോഗ അംഗങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ഭരണസമിതിയാണ് യഥാർത്ഥത്തിൽ താഴത്തുഭാഗം കരയോഗം കഴിഞ്ഞ കുറേ ഏറെക്കാലമായി പ്രവർത്തിച്ചു പോകുന്നത്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ വന്നാൽ കൃത്യമായി തന്നെ നേരിട്ടെത്തി അവിടെ അത് 1, 2, 3 പ്രാവശ്യം വരേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരത്തിലെത്തി. കരയോഗം പ്രസിഡന്റ് പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. എൻഡോമെന്റും മറ്റും പട്ടാളത്തിൽ തുടങ്ങുന്നത്
ഈ നമുക്കിവിടെ 6 പേരൊക്കെ നേരത്തെ പറഞ്ഞു. അതിൽ എല്ലാവരും ഈ കഴിഞ്ഞ 5-6 വർഷമായിട്ട് നമ്മൾ സഹകരിക്കുന്നവരാണ്. അവര് ഇനിയും അവരുടെ സഹായം തുടർന്നുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനി കൂടുതൽ ആളുകൾ വേണ്ട സംഭാവനകളും സഹകരണവും ചെയ്ത് ഇത്തരം പരിപാടികൾ വിപുലമായി നടത്താൻ കരയോഗത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. സെക്രട്ടറി രാജീവ് കുമാർ സ്വാഗതം പറഞ്ഞു. കരയോഗം ഇലക്ട്രോ മെമ്പർ CN അനിൽകുമാർ, ട്രഷറർ രാജേന്ദ്രൻ നായർ, വനിതാ സംഘം പ്രസിഡന്റ് ശ്രീദേവി, സെക്രട്ടറി രഞ്ജിത രാധാകൃഷ്ണൻ, C സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിരമിച്ച ചരിത്രാധ്യാപിക അനിത K ഗോപിനാഥന് സ്നേഹോഷ്മളമായ യാത്രയയപ്പ് നൽകി. പുനലൂർ താലൂക്ക് സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായിരുന്നു. പുനലൂർ താലൂക്ക് സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത അനിത K ഗോപിനാഥിന് സ്കൂളിന്റെ സ്നേഹോഷ്മളമായ യാത്രയയപ്പ് നൽകി. അധ്യാപകരും മറ്റ് സ്റ്റാഫ് അംഗങ്ങളും ഒരുമിച്ച് ചേർന്നാണ് പ്രിയ സഹപ്രവർത്തകയ്ക്ക് യാത്രയയപ്പ് നൽകിയത്. 35 വർഷത്തെ സർവീസിനൊടുവിലാണ് അനിത K ഗോപിനാഥ് എന്ന ചരിത്രാധ്യാപിക സ്കൂളിനോട് യാത്ര പറഞ്ഞത്. 1990-ൽ ഗേൾസ് ഹൈസ്കൂളിൽ UP അധ്യാപികയായി സർവീസിൽ പ്രവേശിച്ച അനിത K ഗോപിനാഥ് 1994-ൽ ഹൈസ്കൂൾ അധ്യാപികയായും 2016-ൽ ഹയർ സെക്കൻഡറി അധ്യാപികയായും മാറി. സാമൂഹ്യശാസ്ത്രമേളകളിലും മറ്റു മത്സരങ്ങളിലും കുട്ടികളെ സജ്ജരാക്കുന്നതിൽ മുൻനിരയിലായിരുന്നു ഈ ടീച്ചർ. സർവീസിൽ നിന്ന് വിരമിക്കുന്ന അനിത K ഗോപിനാഥിന് സ്കൂൾ പ്രിൻസിപ്പൽ KM റിയാസുദ്ദീൻ ആശംസകൾ നേർന്നു. 2016 മുതൽ ഹയർ സെക്കൻഡറി സ്കൂളിലും ഹയർ സെക്കൻഡറി ഹിസ്റ്ററി അധ്യാപികയായി സ്തുത്യർഹമായ നിലയിൽ സേവനമനുഷ്ഠിച്ച് 35 വർഷത്തെ സേവനത്തിന് ശേഷം പ്രിയപ്പെട്ട അനിത K ഗോപിനാഥ് ടീച്ചർ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്യുകയാണ്. ടീച്ചറുടെ റിട്ടയർമെന്റ് ജീവിതം ധന്യമാകട്ടെ, എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് MG ശ്രീകല, സ്റ്റാഫ് സെക്രട്ടറി പ്രീത ജോസഫ്, സീനിയർ അധ്യാപകരായ S പ്രീത, SR രജനി എന്നിവരും മറ്റ് സ്റ്റാഫ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. സർവീസ് കാലയളവിൽ തന്നോട് കാട്ടിയ സഹകരണത്തിന് അനിത K ഗോപിനാഥ് നന്ദി പറഞ്ഞു. എല്ലാവരുടെയും സ്നേഹത്തിനും അതുപോലെ നിരവധിയായ കുഞ്ഞുങ്ങൾ, അവരുടെ രക്ഷകർത്താക്കൾ, ഇവരുടെയൊക്കെയും സ്നേഹം ഏറ്റുവാങ്ങുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ സർവീസ് ജീവിതത്തിനിടയിൽ ഒരു വലിയ വിജയമായിരുന്നു എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നിരവധി കുഞ്ഞുങ്ങളോടൊപ്പം എനിക്ക് കഴിയാൻ കഴിഞ്ഞത് എൻ്റെ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇപ്പോൾ ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. എന്നോടൊപ്പം പ്രവർത്തിച്ച സകല എല്ലാ അധ്യാപകരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കൾക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലം കടയ്ക്കോട് ഗവൺമെന്റ് LP സ്കൂളിന് പുതിയ കെട്ടിടം. കാലത്തിനൊപ്പം മാറുന്ന വിദ്യാലയങ്ങൾ പഠന മികവും ഉറപ്പാക്കുന്നുവെന്ന് മന്ത്രി KN ബാലഗോപാൽ. പുതിയ കാലത്തിന്റെ മാറ്റങ്ങളും കുതിപ്പുകളും കേരളത്തിലെ വിദ്യാലയങ്ങൾക്കും അവകാശപ്പെടാമെന്ന് മന്ത്രി. കളിച്ചിരികളും പരിഭവങ്ങളുമായി അംഗനവാടികളിലേക്ക് കുരുന്നുകളെത്തി. സംസ്ഥാനത്തെ അംഗനവാടികളിൽ പ്രവേശനോത്സവം. ബലൂണുകളും മധുരവും നൽകി കുരുന്നുകൾക്ക് വരവേൽപ്പ്. കൂടുതൽ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി കൊട്ടാരക്കര പൊതുമരാമത്ത് വിശ്രമ കേന്ദ്രം. 9 മുറികൾ, ക്യാന്റീൻ, കോർട്ട്യാർഡ്, കോൺഫറൻസ് ഹാൾ എന്നീ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി. 74.60 ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു നവീകരണം. കരുനാഗപ്പള്ളിയിൽ റേഷൻ വിതരണം അട്ടിമറിക്കുന്ന അവസ്ഥയാണെന്ന് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. കളക്ടർക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടി വൈകുന്നു. കാലിയായ കടകൾക്ക് കാവലിരിക്കേണ്ട അവസ്ഥയിലാണ് റേഷൻ വ്യാപാരികളെന്നും ഭാരവാഹികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.